അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പേരുണ്ട്, നുജൂദ്. 10-ാം വയസ്സിൽ വിവാഹിതയാവുകയും പിന്നീട് സ്വന്തം അവകാശങ്ങൾക്കായി പോരാടി വിവാഹമോചനം നേടുകയും ചെയ്ത യമനിലെ ധീരയായ പെൺകുട്ടി. നുജൂദിൻ്റെ കഥ കേൾക്കുമ്പോൾ നമ്മൾ പലരും ഒരു ചോദ്യം ചോദിച്ചു പോയിട്ടുണ്ട്: ഇതാണോ ഇസ്ലാം? ഇതാണോ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്ന നീതി? ഈ ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി നൽകേണ്ടത് അത്യാവശ്യമാണ്. നുജൂദിൻ്റെ കഥ ഇസ്ലാമിൻ്റെ യഥാർത്ഥ മുഖമല്ല, മറിച്ച് പല സമൂഹങ്ങളിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങളുടെയും തെറ്റായ വ്യാഖ്യാനങ്ങളുടെയും ഫലമാണ്. ഇസ്ലാം സ്ത്രീകളെ പഠിപ്പില്ലാത്തവരാക്കി വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുക്കി നിർത്താൻ പഠിപ്പിക്കുന്നില്ല, മറിച്ച് വിദ്യാഭ്യാസം നേടുന്നത് ഓരോ സ്ത്രീക്കും പുരുഷനും നിർബന്ധമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാം ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ വിവാഹം നടത്താൻ പാടില്ല എന്ന് വ്യക്തമായും പറയുന്നുണ്ട്. ഒരു പെൺകുട്ടിയെ അവളുടെ ഇഷ്ടത്തിനെതിരായി വിവാഹം കഴിപ്പിക്കുന്നത് ഇസ്ലാമിക നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ഒരു മുൻ വിവാഹിതയായ സ്ത്രീക്ക് അവൾക്ക് പൂർണ്ണ സമ്മതമുള്ള ഒരാളെ വിവാഹം ചെയ്യാൻ അവകാശമുണ്ട്. ഒരു കന്യകയ്ക്ക് അവളുടെ രക്ഷകർത്താവിൻ്റെ അനുവാദമുണ്ടെങ്കിൽ പോലും അവൾക്ക് സമ്മതമില്ലാതെ ഒരാളെ വിവാഹം കഴിപ്പിക്കാൻ നിർബന്ധിക്കാൻ കഴിയില്ല എന്ന്. നുജൂദിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതും അതുതന്നെയാണ്. അവളുടെ കഥ ഇസ്ലാമിനെതിരെയുള്ള ഒരു ചോദ്യമല്ല, മറിച്ച് ഇസ്ലാമിൻ്റെ യഥാർത്ഥ തത്വങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നുജൂദ് നടത്തിയ പോരാട്ടമാണ്. എന്നാൽ നമ്മുടെ വീടിൻ്റെ അടുക്കളകളിൽ പോലും ഇന്നും നുജൂദുമാരുണ്ട്. ഭർത്താവ് സ്നേഹമുള്ളവനാണ്, എല്ലാ സൗകര്യങ്ങളും നൽകുന്നുണ്ട്, പക്ഷേ സ്വന്തമായി ഒരു അഭിപ്രായം പറയാനോ സ്വന്തം ഇഷ്ടപ്രകാരം 1 രൂപ ചെലവഴിക്കാനോ അവർക്ക് സ്വാതന്ത്ര്യമില്ല. ജോലി ചെയ്ത് സ്വന്തമായി പണം ഉണ്ടാക്കുന്ന സ്ത്രീയാണെങ്കിൽ പോലും ആ പണം എവിടെ ചെലവഴിച്ചു എന്ന് ഭർത്താവിനോട് കണക്ക് പറയേണ്ടി വരുന്നു. ഇവർ ഇസ്ലാമിനെക്കുറിച്ചും സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചും അറിവില്ലാത്തവരല്ല. പലപ്പോഴും ഖുർആനിലെയും ഹദീസുകളിലെയും തത്വങ്ങൾ അവർക്ക് ഉപദേശിക്കുവാനുള്ള വാക്കുകൾ മാത്രമായി മാറുന്നു. സ്വന്തം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ അവർക്ക് കഴിയാതെ വരുന്നു. ഇതിന് കാരണം പാരമ്പര്യത്തിൻ്റെയും സാമൂഹ്യ സമ്മർദ്ദത്തിൻ്റെയും ഭാരമാണ്. നല്ല ഭാര്യ, നല്ല മിഥ്യാധാരണയിൽ സ്വന്തം ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും മാറ്റിവെക്കാൻ പലരും നിർബന്ധിതരാകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അവസ്ഥ മാറണം. ഒരു കുടുംബം നന്നായി മുന്നോട്ട് പോകണമെങ്കിൽ സ്ത്രീകൾക്കും പുരുഷനും തുല്യമായ സ്ഥാനവും അഭിപ്രായ സ്വാതന്ത്ര്യവും വേണം. ഭർത്താവിൻ്റെയും ഭാര്യയുടെയും അവകാശങ്ങളും കടമകളും തുല്യമാണ്. ഖുർആൻ പറയുന്നത് ശ്രദ്ധിക്കൂ: സ്ത്രീകൾക്ക് അവരുടെ ബാധ്യതകൾക്കനുസരിച്ച് ന്യായമായ അവകാശമുണ്ട്. പുരുഷന്മാർക്ക് അവരെക്കാൾ ഒരു പദവിയുണ്ട്. അള്ളാഹു പ്രതാപശാലിയും യുക്തിമാനുമാണ് എന്ന് സൂറത്ത് ബഖറയിലെ 228-ാമത്തെ ആയത്തിൽ പറയുന്നു. ഈ ആയത്തിൽ പദവി എന്നത് അധികാരം കാണിക്കുന്നതല്ല, മറിച്ച് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാനുള്ള ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീയുടെ ശബ്ദം കേൾക്കാത്ത ഒരു കുടുംബത്തിനും സമൂഹത്തിനും പൂർണ്ണമായ വിജയം നേടാൻ സാധിക്കില്ല. മതപരമായ തത്വങ്ങൾ വെറും അറിവുകളായി മാറാതെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് ശ്രമിക്കാം. കാരണം നീതിയില്ലാത്ത ഒരു സമൂഹത്തിനും വിജയിക്കാൻ കഴിയില്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.